Bernoulli's equation numerical problem ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ numerical problem ചെയ്തു. അതൊരു ഐഡിയൽ കേസിലായിരുന്നു നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഐഡിയൽ സിറ്റുവേഷനിലുള്ള പ്രോബ്ലം ആയിരുന്നു ചെയ്തിരുന്നത്, ഐഡിയൽ ഫ്ലൂയിഡ് ആയിട്ട്. അപ്പോൾ നമ്മളവിടെ ഹെഡ് ലോസ് അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ലോസ് വരുന്ന കേസിലുള്ളത് ചെയ്തിരുന്നില്ല. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളിപ്പം ചെയ്യാൻ പോകുന്ന അത്തരത്തിലൊരു റിയൽ ഫ്ലൂയിഡിൻ്റെ കേസിൽ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് നോക്കാൻ പോകുന്നത്. സപ്പോസ് ചില നേരത്ത് നമുക്കവിടെ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനായിരിക്കും തന്നിട്ടുണ്ടാവുക, അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പ്രഷർ കണ്ടുപിടിക്കാനായിരിക്കും തരുന്നത്. അപ്പം പ്രഷർ ഏതാ P1 അല്ലെങ്കിൽ P1 P2 കണ്ടുപിടിക്കാനായിരിക്കും തരിക. അപ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് ചോദ്യത്തിനനുസരിച്ച് ഇത് രണ്ടും കണ്ടുപിടിക്കേണ്ടതാണെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ പൈപ്പ് ഓഫ് ഡയമീറ്റർ 400 mm carries water at a velocity of 25 meter per second. The pressure at the points A and B are given as 29.43 Newton per centimeter square and 22.563 Newton per centimeter square respectively, while datum head at A and B are 28 meter and 30 meter. Find the loss of head A and B. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഒന്ന് ജസ്റ്റ് പോസ് ചെയ്യുക, എന്നിട്ട് ഈ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ചിട്ട് ഫിഗർ ഒന്ന് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക. ഫിഗർ വരച്ചതിന് ശേഷം ഡീറ്റെയിൽസ് എല്ലാം മാർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ സ്വന്തം ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. എന്നിട്ട് ജസ്റ്റ് ഈ വീഡിയോ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്ത് കാണാം. അപ്പോൾ തന്ന ഡീറ്റെയിൽസ് പ്രകാരം സെക്ഷൻ എയിലുള്ള ഡയമീറ്റർ 400 mm ആണ് അല്ലേ. അപ്പോൾ 400 mm എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എത്ര എഴുതാം, അത് 0.4 മീറ്റർ എന്ന് എഴുതാം, റൈറ്റ്. ഇനി വാട്ട് വിൽ ബി ദി ഡയമീറ്റർ അറ്റ് സെക്ഷൻ ബി? കാരണം നമുക്ക് വേറെ സെക്ഷൻ എ ആണോ ബി ആണോ എന്നൊന്നും ഡീറ്റെയിൽസ് ഇവിടെ തന്നില്ലേ. പൈപ്പ് ഓഫ് ഡയമീറ്റർ 400 mm എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് എഴുതാം, DA = DB = 0.4 മീറ്റർ എന്ന് എഴുതാം. ഇനി വെലോസിറ്റി ഓഫ് 25 meter per second. അപ്പോൾ VA നമുക്ക് 25 meter per second എന്ന് എഴുതാം. അവിടെയും നമുക്ക് ഏത് സെക്ഷനിലാണെന്നൊന്നും പറയാത്തതുകൊണ്ട് തന്നെ ഇത് തന്നെ എന്തായിട്ട് എഴുതാം, VB ആയിട്ടും എഴുതാം. ഓക്കെ. ഇനി പ്രഷർ രണ്ട് പോയിന്റിൽ ഡിഫറെൻ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. PA എത്ര തന്നിട്ടുണ്ട്, 29.43 Newton per centimeter square തന്നിട്ടുണ്ട്. അപ്പോൾ 29.43 per centimeter square നമ്മൾ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റുമ്പോൾ ന്യൂമറേറ്ററിൽ 10⁴ Newton per meter square. PB എത്ര വരും, 22.563 × 10⁴ Newton per meter square. ഇനി തന്നിരിക്കുന്ന ഡീറ്റെയിൽസിൽ എക്സ്ട്രാ ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നത് എന്താ, ഡാറ്റം ഹെഡ് അറ്റ് A, that will be equal to 28 meter and at B will be equal to 30 meter. എന്താണോ ചോദിച്ചിരിക്കുന്നത്, നമുക്ക് ചോദിച്ചിരിക്കുന്നത് ഹെഡ് ലോസ് കണ്ടുപിടിക്കാനാണ്, ഹെഡ് ലോസ് ബിറ്റ്വീൻ A and B. അപ്പോൾ അക്കോർഡിംഗ് ടു Bernoulli's equation, what is Bernoulli's equation? That means PA by rho G plus VA square by 2G plus ZA is equal to PB by rho G plus VB square by 2G plus ZB. ഇതാണ് ഒരു ഐഡിയൽ ഫ്ലൂയിഡിൻ്റെ കേസിലുള്ള ഇക്വേഷൻ. പക്ഷെ നമുക്കിവിടെ ഹെഡ് ലോസ് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നമുക്ക് പ്ലസ് ഹെഡ് ലോസും കൂടി കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് പറയാം, സപ്പോസ് ഇഫ് ഐ റൈറ്റ് ദി ടോട്ടൽ എനർജി, ദിസ് ഈസ് ടോട്ടൽ എനർജി അറ്റ് സെക്ഷൻ എ, റൈറ്റ്, ലെറ്റ് ഇറ്റ് ബി EA. ഓക്കെ, EA is equal to PA by rho G plus VA square by 2G plus ZA ആണ്. ദിസ് വിൽ ബി ഈക്വൽ ടു EB എന്ന് പറയുന്നത് PB by rho G plus VB square by 2G plus ZB ആണ്. EB plus HL ആവും. എന്നിട്ട് ഇവിടെ നമുക്ക് ഹെഡ് ലോസ് എങ്ങനെ കണ്ടുപിടിക്കാം, ഹെഡ് ലോസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് A മൈനസ് ടോട്ടൽ എനർജി അറ്റ് B. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കൂടെ. അപ്പോൾ ഇത് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടുകയെന്ന് വെച്ചാൽ യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 5 meter. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ്, കാരണം നിങ്ങൾക്ക് ഇവിടെ അറിയാത്ത ഡീറ്റെയിൽസ് ഒന്നുമില്ല, എല്ലാ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ 5 meter ആയിട്ട് കിട്ടും.